പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ജ്ഞാനത്തിൻ്റെ നിറവിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൈപിടിച്ച് നയിക്കുന്നതാ. ജ്ഞാനം കുറവുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുന്നത്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക വചനമിതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. പ്രിയമുള്ളവരെ, ജ്ഞാനം അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ജ്ഞാനവും ബുദ്ധിയും അറിവും വിവേകവും ഇതെല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമാണ്. നോക്കിയേ, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കും. അതല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ആയിരിക്കും എന്നൊരു സഹായകനെ നൽകുമെന്ന് ഈശോ വാഗ്ദാനം നൽകി. പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും, നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരും, നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ തീരുമാനങ്ങളിലും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാകും. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ന്റെ 11-ാം തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ ഈ വലിയൊരു അഭിഷേകം നമ്മളെ നയിക്കുന്നത് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക്, അതുവഴി സ്വർഗത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവൃത്തികളിൽ അനുഗ്രഹിക്കപ്പെട്ട് രക്ഷ ദർശിക്കുവാൻ പാകത്തിന്. എന്ന് വെച്ചാൽ ദൈവമക്കളുടെ നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും.